പ്രാരംഭമായി ചിന്തയ്ക്ക് ആധാരമായി ആമോസ് പ്രവാചകൻ്റെ പുസ്തകം, ആമോസ് പ്രവചനം 5-ാം അധ്യായം, അതിൻ്റെ 14-15 വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാമല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് തിന്മയല്ല, നന്മതന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നതുപോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തുവിൻ. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസേഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല, നന്മ തന്നെ അന്വേഷിക്കുവിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തുവീൻ. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസേഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും. Seek good and not evil, that you may live, and so the Lord, the God of hosts, will be with you, as you have said, hate evil and love good, and establish justice in the gate. It may be that the Lord, the God of hosts, will be gracious to the remnant of Joseph. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം ഈ വിശുദ്ധ പ്രഭാതത്തിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇറ്റ്സ് എ ചോയ്സ്. നിരപ്പാക്കി നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടി പാസീവ് വേയിലല്ല, പിന്നെയോ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോയ്സായി നാം സ്വീകരിക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാഹാത്മ്യവും ദൈവം വചനം നൽകുന്നതായ വാഗ്ദത്തങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ ഇടയായിത്തീരുന്നത്. നമുക്കറിയാം, ആമോസ് പ്രവാചകൻ ഓരോ കാലഘട്ടത്തിലും തൻ്റെ ജനത്തെ നയിക്കുവാൻ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുവാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും, അപ്പോൾ തന്നെ അവരെ ദൈവികമായി പരിപാലിക്കുവാൻ ന്യായപ്രമാണം മാത്രമുണ്ടായിരുന്നെങ്കിൽ അവരുടെ ആത്മീയ ജീവിതം മുൻപോട്ട് പോകില്ല. ദൈവം അങ്ങനൊരു സിസ്റ്റം തന്നെ ക്രമീകരിച്ചു. എല്ലാവരുടെയും കയ്യിൽ ന്യായപ്രമാണം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ എല്ലാ കാലത്തും അവയെ ജനത്തിന് പറഞ്ഞ് പ്രബോധിപ്പിക്കുവാൻ, അവരെ അതിൽ ഉറപ്പിക്കുവാൻ ഈവൻ രാജാക്കന്മാർ, അവർ കഴിവുള്ളവരാണ്, ജ്ഞാനമുള്ളവരാണ്. പക്ഷേ ദൈവികമായ പാതയിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുവാൻ ദൈവം അഭിഷക്തരെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ സഭയും ഇതുപോലെയുള്ളതായ കൂട്ടായ്മകളും ദൈവത്താൽ നിയുക്തരായി ജനത്തെ നയിക്കുവാനുള്ളവരുമൊക്കെ എല്ലാ കാലഘട്ടത്തിലും വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം അത് ഡിവൈൻ അപ്പോയിൻമെൻ്റാണ്, ദൈവത്താൽ ഒരുക്കപ്പെടുന്നതാണ്. അത് ദൈവത്താൽ ഒരുക്കപ്പെടുകയും ദൈവത്തിലൂടെ അത് പ്രാപിച്ച ജനത്തിന് കൊടുക്കുകയും ചെയ്യുന്ന അനുഭവം. അങ്ങനെ ആമോസ് പ്രവാചകൻ, ഹി വാസ് ദ പ്രോഫറ്റ് ടു ഇസ്രയേൽ. വളരെ ആത്മികമായ നിലയിൽ ഇസ്രായേൽ ജനം നിന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അത് ജീവിതത്തിൽ ഏറ്റവും കയ്പിൻ്റെ അനുഭവങ്ങളിലൂടെ പോയപ്പോഴാണ് അവർ ഏറ്റവും നല്ലോണം ദൈവത്തെ റിയലൈസ് ചെയ്യാനായിട്ടിടയായി തീർന്നത്. അപ്പോൾ നാം മനസ്സിലാക്കണം,
പ്രതികൂലങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്നത് അത് നമ്മെ തച്ചുടയ്ക്കുവാനല്ല, പിന്നെയോ നമ്മെ പണിതെടുക്കാനും നമ്മളെ വളർത്താനും നമ്മെ വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അവരെ വളരെ ശക്തമായിട്ട് നടത്തി. എന്നാൽ അവർ ദൈവത്തിൻ്റെ ന്യായത്തെ മറിച്ച് കളയുന്നവരായി അവർ തീർന്നു. ആ അധ്യായങ്ങളെല്ലാം വായിക്കുമ്പോൾ, പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അവർ ദൈവവചനത്തെയും ദൈവിക കാര്യങ്ങളെയും നെഗ്ലക്റ്റഡായി കാണുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ തടസ്സമായിരുന്നു. നാം ഓർക്കണം, ആത്മീകമായും നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാരണവശാലും നെഗ്ലക്റ്റഡായ രീതിയിൽ ദൈവവചനത്തെയോ ദൈവിക കാര്യങ്ങളെയോ കാണുവാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരാജയത്തിൻ്റെ അനുഭവങ്ങൾക്ക് സാധ്യതകളെ വിളിച്ചറിയിക്കുന്നു. നാം ഓർക്കണം, നമ്മുടെ കർത്താവിൻ്റെ ടീച്ചിങ് നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഇഫ് എനിവൺ, വായിച്ചാട്ടെ, നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നോക്കണം, കർത്താവിൻ്റെ ടീച്ചിങ്ങിനകത്തും വളരെ മ്യൂട്ടഡായി അല്ലെങ്കിൽ സ്റ്റിൽ പൊസിഷനിൽ സ്റ്റാൻഡ് സ്റ്റിലായി നിൽക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അവൻ എന്ത് ചെയ്യണം? ഡിനൈ ഹിംസെൽഫ്, തന്നെത്താൻ ത്യജിക്കണം. പിന്നീട് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട്, അപ്പോൾ എ കോൾ ടു ഡെയിലി ആക്ഷൻ, നിരന്തരമായി നാൾതോറും ഓരോ ദിവസവും തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് ആ ക്രൂശിൻ്റെ അനുഭവത്തെ ജീവിതത്തിൽ പേറിക്കൊണ്ട് അവനെ ഫോളോ ചെയ്യുവാനായിട്ടാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കണ്ടു നിൽക്കാനുള്ളതല്ല, ഒരു സൈലൻ്റ് സ്പെക്ടേറ്ററായി നോക്കി നിൽക്കാനുള്ളതല്ല, പിന്നെയോ ദിനം തോറും തങ്ങളെ തന്നെ ഡിനൈ ചെയ്തുകൊണ്ട്, ക്രൂശ് എടുത്തുകൊണ്ട്, ക്രൂശിൽ പ്രദർശിപ്പിച്ച യേശുവിൻ്റെ സ്നേഹത്തെ ജീവിതത്തിൽ അനുഭവമാക്കിക്കൊണ്ട് ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മൈക്രോ സെക്കൻഡും നമ്മുടെ ആത്മീയ ജീവിതത്തെ നാം മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മിൽ നിന്നുള്ളതായ ഒരു ആക്ഷൻ ക്രിസ്തീയ ജീവിതത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു സൺഡേ സർവീസ് കൊണ്ടോ നമുക്കുള്ള ഇടയ്ക്കുള്ളതായ മീറ്റിങ്ങുകൾ കൊണ്ടൊന്നും തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം. പിന്നെ ഓരോ നിമിഷവും ആ ക്രൂശിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ആ കാണിച്ച സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട്, അവൻ നമുക്ക് വേണ്ടി ചെയ്ത സ്നേഹത്തിൻ്റെ ആഴവും വിലയും ഉയരവും നീളവും വീതിയും എല്ലാം, അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, വന്നതിനോ വരുവാനിരിക്കുന്നതിനോ മറ്റ് യാതൊന്നിനും ക്രിസ്തേശുവിലുള്ള തൻ്റെ സ്നേഹത്തെ, ആ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുവാൻ ഒരിക്കലും കഴിയില്ല. ഹല്ലേലൂയ. ക്രിസ്തീയ സ്നേഹത്തിൻ്റെ നീളവും ആഴവും വീതിയും ഉയരവും എല്ലാം ഒരുപോലെ അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യം നിരന്തരമായി ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുള്ളതായ ശുഭകരവും ശ്രേഷ്ഠവും ധന്യവുമായ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു ജീവിതം
ശൈലിയിലേക്ക് നമ്മൾ വരുമ്പോൾ, അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി നമുക്ക് ജീവിതത്തിൽ ചേർത്തു നിർത്തുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും ഇടപെടലും ദൈവത്തിൻ്റെ ഫേവറും നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാക്കുവാനായിട്ട് ഇടയായിത്തീരും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇഫ് യു അബൈഡ് ഇൻ മീ, നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഇറ്റ് ഈസ് പ്യുവർലി കണ്ടീഷണൽ. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അറിഞ്ഞിരിക്കേണ്ടതായ മാർമികമായ സത്യങ്ങളാണിവ. നാം അവനിൽ വസിക്കുമ്പോൾ അവൻ നമ്മളിലും വസിക്കും. പ്രൈസ് ദ ലോർഡ്. കൊമ്പിന് മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നേ ഫലം കായ്ക്കാൻ കഴിയുള്ളൂ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യു കാൺ ബെയർ ഫ്രൂട്ട് വിത്തൗട്ട് മീ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഫലം കായ്പാൻ കഴിയുകയില്ല. സോ ലൈഫ് ഓഫ് ഓൺഗോയിങ് കണക്ഷൻ വിത്ത് ജീസസ്, നിരന്തരമായി ദൈവത്തിൽ തന്നെ വസിച്ചുകൊണ്ടുള്ളതായ ജീവിതം, കർത്താവിൽ വസിച്ചുകൊണ്ട്, വളരെ നല്ല ആർട്ടിക്കുലേഷനാണ് നാം വായിച്ച വചനഭാഗത്തുള്ളത്. ആ കൊമ്പ് അതിൻ്റെ മുന്തിരിവള്ളിയിൽ നിന്നുകൊണ്ട് അതിലൂടെയുള്ള എല്ലാ എസൻസും അനുഭവിച്ചുകൊണ്ട് അത് പടർന്ന് പന്തലിക്കുകയും വളർന്ന് ഫലദായകമായി മാറുകയും ചെയ്യുന്ന ധന്യമായ അനുഭവം. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്ന അനുഭവം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കോൾ അതിശ്രേഷ്ഠമാണ്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അതിമഹത്തരമായിട്ടുള്ളതാണ്. നമുക്ക് ദൈവത്തിൽ കൂടെ വളർന്ന് ഫലദായകമായി മാറുവാനുള്ള ഒരു സറൗണ്ടിങ് സിറ്റുവേഷനാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. എത്രയോ പേർക്കത് ലഭിക്കാതിരിക്കുമ്പോൾ ദൈവം അത് നമുക്ക് നൽകുകയാണ്. ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. നമുക്ക് അവനിൽ വസിച്ചുകൊണ്ട്, അവനിൽ നിലനിന്നുകൊണ്ട് നമ്മുടെ ജീവിതം ഫലദായകമായി മാറ്റുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്ക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് വളരെ ഗൗരവമേറിയതായി കാണുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ ഉപദേശിക്കുകയാണ്. ഗ്ലോറി ബി ടു ഗോഡ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 44. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും. നോക്കണം, മതി. ലവ് യുവർ എനിമീസ്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദ്രോഹം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു തിയറി ലോകത്തിൽ മറ്റാരും പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. കർത്താവ് മാത്രമാണ് പറയുന്നത്, നിന്നെപ്പോലെ തന്നെ നീ അയൽക്കാരനെ സ്നേഹിക്കണം. എന്താണ് അത്തരത്തിലൊരു കമ്പാരിസൺ കർത്താവോടെ കൊണ്ടുവന്നത്? കാരണം മനുഷ്യൻ്റെ നേച്ചറല്ല ഇപ്പോഴും വളരെ സെൽഫിഷായിട്ടുള്ളതാണ്, സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായതാണ്. അപ്പോൾ ഒരുവൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം.
ഹല്ലേലൂയ. മറ്റാരേക്കാളും ആർക്കറിയാം? നമ്മൾ നമ്മളെ തന്നെ നോക്കിയാൽ മതിയല്ലോ, നമ്മൾ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത്, നമ്മുടെ ജീവനെ എത്രമാത്രം നമ്മൾ വലുതായി കാണുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മൾ ജീവനെക്കുറിച്ച് പറയുമ്പോൾ രാവിലെ റോഡിലൊന്നിറങ്ങിയാൽ മതി. നാട്ടിലൊക്കെ ചെന്നിട്ട് വെളുപ്പിലെ ഒന്ന് നടക്കാനോ അതിലെ വണ്ടി വിട്ടൊന്ന് പോയാൽ മതി. വലിയ കുറുവടിയോ ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കാൻ വയ്യാത്തവരും ഒക്കെ, ഒരിക്കലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാത്തവരൊക്കെ തലേന്ന് ഡോക്ടറെ പോയി കണ്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ പിറ്റേന്ന് തൊട്ട് ഉണർന്ന് അലാം വെച്ച് എഴുന്നേറ്റ് നടത്തുകയാണ്. എന്തിനാണ്? ജീവിക്കാനുള്ള ആഗ്രഹമാണ്. കുറ്റം പറയുന്നില്ല. നമ്മളെല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ നടത്തയുടെ സ്പീഡും അതിൻ്റെ വ്യഗ്രതയൊക്കെ നിങ്ങൾ കാണും. നിങ്ങൾ ആരും മൗനമായിരിക്കും, നിങ്ങളാരും കണ്ടിട്ടില്ലാത്തവരുണ്ടായിരിക്കും. നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ, നാട്ടിൽ നല്ല ഇവിടെയുണ്ട്, ഇവിടെ പിന്നെ വിശാലമായിട്ട് പാർക്കുകൾ കിടക്കുന്നുണ്ട്, അത്ര ശ്രദ്ധിക്കപ്പെടത്തില്ല. പക്ഷെ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടും. ആ ഡോക്ടർ പറയുന്നത് പോലെ കാലെടുത്ത് നീട്ടി വയ്ക്കുന്നു, ഡോക്ടർ പറയുന്നത് പോലെ സ്പീഡിൽ നടക്കുന്നു, സ്പീഡ് കുറയ്ക്കുന്നു. വീട്ടിൽ വന്നാൽ കുടിക്കേണ്ട വെള്ളം, കഴിക്കേണ്ട ആഹാരം, പിന്നെ വസ്ത്രധാരം, ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇതിനൊന്നും എഗൻസ്റ്റ് അല്ല. ഇതെല്ലാം റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെങ്കിൽ കർത്താവ് പറയുകയാണ്, ഇത്രമാത്രം സ്നേഹവും സ്വാർത്ഥമായ അനുഭവങ്ങൾ മനുഷ്യനിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് കർത്താവ് പറയുന്നത്. ആ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ അതാണ് അഗപ്പെ ലവ് എന്നതുകൊണ്ട് തങ്ങളെ തന്നെ, അഗപ്പെ ലവ് സം എക്സ്റ്റെൻ്റ് ഉള്ളിലോട്ട് കയറിയുള്ളതാണ്, നമ്മളെക്കാൾ അധികമായി സ്നേഹിക്കുന്നതാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞത് നമ്മളെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനാണ്. പക്ഷേ കർത്താവ് കാണിച്ചത് എന്താണ്? തന്നെ തന്നെ ത്യജിച്ചില്ലാതാക്കി. അതിൻ്റെ ഒരു സൂപ്പർലേറ്റീവിൽ നിന്നുകൊണ്ടാണ് കർത്താവിൻ്റെ സ്നേഹം പ്രകടമാക്കിയത്. അവൻ ചെയ്യാത്തതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. അവൻ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, അതും ലോകം ചെയ്യാത്തതാണ്. അവൻ ചെയ്തതിനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവൻ്റെ അനുയായിക്ക് ഹല്ലേലൂയ ബലം കൊടുക്കുന്നവനായ ദൈവം ലോകത്തിലാരും അത് ചെയ്യാറില്ല. അപ്പോൾ ഈ കർത്താവ് പറയുകയാണ്, ലവ് യുവർ എനിമീസ്. അത് ആ കാലഘട്ടം യേശുവിൻ്റെ വരവിന് മുമ്പുള്ള കാലം കണ്ടിട്ടുള്ള ഒരു ആധ്യാത്മിക നേതാക്കളും പഠിപ്പിക്കാത്തതായ, ഏറ്റവും ശക്തിയുള്ളതായ, ലോകത്തെ കീഴടക്കാൻ കഴിയുന്നതായ വലിയ സ്പിരിച്വൽ തിയറിയാണ് സ്നേഹമെന്നുള്ളത്. പലപ്പോഴും അതിൻ്റെ മിസ്റ്ററി മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മഹാനായ അലക്സാണ്ടർ പറഞ്ഞത്, ഞാൻ എൻ്റെ മസിൽ പവർ കൊണ്ടും മണി പവർ കൊണ്ടും ഈ ലോകത്തെ പിടിച്ച് കീഴടക്കുവാനായി ഞാൻ ശ്രമിച്ചു. മരണസമയത്ത് പറഞ്ഞതാണ്, എന്നാൽ മസിൽ പവർ കൊണ്ടില്ല, മണിൽ പവർ കൊണ്ടല്ല, പിന്നെയോ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ, ജനമനസ്സുകളെ കീഴടക്കിയ, അധികാരവർഗങ്ങളെ അധികാരം താഴെ വയ്പ്പിച്ച് സറണ്ടർ ചെയ്യിപ്പിച്ചതായ സ്നേഹം അത് യേശുക്രിസ്തുവാണ് ലോകത്തിന് നൽകിയത്. നമുക്ക് ആ തത്വചിന്തകൾ കേൾക്കാതെ ദൈവമക്കളായി നിന്നുകൊണ്ട് ഈ വചനത്തെ ധ്യാനിക്കാനും ഈ കർത്താവിൻ്റെ സന്നിധാനം ചേർന്ന് ജീവിപ്പാനും ലഭിക്കുന്ന ഭാഗ്യം എത്രയോ ശ്രേഷ്ഠമാണ്. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, ലവ് യുവർ എനിമീസ്, റിഫ്ലക്റ്റിംഗ് ഗോഡ്സ് നേച്ചർ. അപ്പോൾ ഈ വായിച്ച ആമോസ് പ്രവചനത്തിലെ പഠിപ്പീരും ക്രിസ്റ്റോസെൻട്രിക് ആയിട്ടുള്ളതാണ്. വചനത്തിൻ്റെ പഠിപ്പിക്കലുകളെല്ലാം സിമിലിയറായിട്ട് പ്രവാചകന്മാർ പറഞ്ഞതും ദൈവം പ്രവാചകന്മാരിലൂടെ നൽകിയ വചനവും ദൈവം ഇസ്രായേൽ ജനത്തോട് ആവർത്തിച്ചിടപെട്ട വചനവും കർത്താവ് നേരിട്ട് വന്ന് പഠിപ്പിച്ച വചനവും ഇതെല്ലാം വളരെ സിമിലിയറായിട്ടുള്ളതാണ്. അത് കോൺട്രഡിക്ടറി ആയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ തൃത്വത്തിൻ്റെ ആ യുണൈറ്റഡ് ആയിട്ടുള്ളതായ പർപ്പസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. സോ ഗോഡ് വാണ്ട്സ് ഫ്രം us, we have to reflect God's nature in our life.
നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നേച്ചറിനെയും ക്യാരക്ടറിനെയും വെളിപ്പെടുത്തുന്ന എക്സ്പ്രസ് ഇമേജ് ആയിരിക്കണം നമ്മുടെ ജീവിതം. ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിനെ വെളിപ്പെടുത്തുന്നതായ അവൻ്റെ നേച്ചർ, അവൻ്റെ ക്യാരക്ടർ, അവൻ്റെ ലവ്, അവൻ്റെ അഫെക്ഷൻ, അവൻ്റെ കൈൻഡ്നസ്, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു എക്സ്പ്രസ് ഇമേജായി നമ്മുടെ ജീവിതം മാറണം. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിൻ്റെ ധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്തു. I will be with you till the end of the world. Go therefore and preach the gospel to every creature. Teach them, baptize them in the name of Heavenly Father, Son and the Holy Ghost. അപ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ ആ ലിവിങ് മിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവരായി ജീവിക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എത്ര ശ്രേഷ്ഠമാണ്, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ് എത്രയോ ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ്, ഒട്ടും അലക്ഷ്യമായിട്ടുള്ളതല്ല, വളരെ കൃത്യതയാർന്നുള്ളതാണ്. എന്ത്? അവനിൽ വസിക്കുക, തങ്ങളെ തന്നെ ത്യജിക്കുക, കർത്താവിൻ്റെ നേച്ചറിനെ വെളിപ്പെടുത്തി റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി മാറുക, അവൻ്റെ മിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവരായി മാറുക എന്നുള്ളത്. ഹല്ലേലൂയ. ഇതിനകത്ത് ഒരു വാണിംഗ് അവസാനം റെവലേഷൻ 3:15 and 16 ശ്രദ്ധിക്കണമേ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-15-16 വാക്യങ്ങൾ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിക്കളയും, ഉമിഴ്ന്നുകളയും. യെസ്, ശ്രദ്ധിക്കണേ. 15-16 വാക്യങ്ങളിൽ ഐ നോ യുവർ ഡീഡ്സ്. ശ്രദ്ധിച്ചാട്ടെ പ്ലീസ്. ഐ നോ യുവർ ഡീഡ്സ്. എനിക്ക് നിന്റെ പ്രവർത്തികളെ അറിയാം. 2, ശ്രദ്ധിച്ചാട്ടെ പ്ലീസ്. കുഞ്ഞുങ്ങളത് ആയിക്കോട്ടെ, വളരെ ഗൗരവമായ ആശയവിനിമയമാണ് നടത്തുന്നത്. That you are neither cold or not hot. I wish that you were cold or hot. So because you are lukewarm and neither hot nor cold, I will spit you out of my mouth. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല, കേൾക്കണേ, ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയും. ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള എസ്കറ്റോളജിക്കൽ തോട്ട്സാണ് യോഹന്നാനിലൂടെ വെളിപ്പാട് പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. എസ്കറ്റോളജി എന്ന് പറയുമ്പോൾ അന്ത്യകാല ശാസ്ത്രം. നാം അത് പഠിക്കേണ്ട കാലയളവിലാണ് ജീവിക്കുന്നത്. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ അന്ത്യം ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് സമാഗതമാകുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. നമ്മുടെ ശീതോഷ്ണമായ ആത്മിക അവസ്ഥകളിൽ നിന്ന് മാറി നാം ഉണരണം. ഉണർന്ന് ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ നമുക്കോരോരുത്തർക്കും ഇടയായി തീരണം. ആ സമർപ്പണം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പ്രിയമുള്ളവരെ,
ആ സമർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടപെടലുകളിലും ദൈവം ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള അവസരമായി മാറുന്നു. ഈ ചുരുങ്ങിയ കാലത്തെ ജീവിതം വളരെ പർപ്പസ്ഫുള്ളായി, പർപ്പസ് സെർവ് ചെയ്യുന്ന ജീവിതമായി, പർപ്പസ് ഡ്രിവൺ ലൈഫായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 25:1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, വിളക്കിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്ന നിർമ്മല കന്യകമാർ. ഹല്ലേലൂയ. വൈസ് വെർജിൻ വുമൺസ്. അതിൽ വിളക്കിൽ എണ്ണയും കരുതിക്കൊണ്ട് മണവാളന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു വൈസ് വെർജിൻ. വളരെ സ്പിരിച്വൽ അർത്ഥമാണ് അതിനുള്ളത്. ബുദ്ധിയുള്ള, വെർജിനിറ്റി വിശുദ്ധിയുടെയും ആഴമേറിയതായ ദൈവിക സമർപ്പണത്തിൻ്റെയും വളരെ വിസിബിളായിട്ടുള്ള അനുഭവമാണ്. അങ്ങനെ മണവാളന് വേണ്ടി കാത്തിരിക്കാൻ, ശീതോഷ്ണമായ നമ്മുടെ അനുഭവങ്ങളെ പൂർണ്ണമായും മാറ്റി വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമാകാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു, ഇതൊരു വിശേഷപ്പെട്ട സമൂഹം തന്നെയാണ്. എല്ലാ നിലയിലും ദൈവത്താൽ, ദൈവത്തിൻ്റെ കൃപകൾ ധാരാളം പകരപ്പെട്ട പാത്രങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി വിവിധ നിലകളിൽ സാക്ഷ്യം വഹിക്കുവാൻ, സാക്ഷ്യം ഉയർത്തിപ്പിടിക്കുവാൻ, അവൻ്റെ കരങ്ങളിലെ ആയുധമായി മാറാൻ വിളിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ വിശുദ്ധ സഭായോഗത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത്. പ്രിയമുള്ളവരെ, ലക്ഷ്യബോധത്തോടുകൂടെ നമ്മുടെ ആത്മീയ ജീവിതം നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം വായിക്കേണ്ട 1-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ ഒരു കാര്യം കാണുന്നു. എന്താണെന്നറിയാമോ? ദൂതൻ വന്ന് മറിയയുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ ആ ദൈവിക ആലോചന കേട്ടുകൊണ്ട്, എറ്റേണലായിട്ടുള്ള ദൈവിക പ്ലാൻ തനിക്ക് അതിനെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ, എല്ലാവരും ഇവിടെ തന്നെയാണോ? ശ്രദ്ധിക്കണമേ. അവൾ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ലെറ്റ് ഇറ്റ് ബി ഡൺ. ഹല്ലേലൂയ. ആ സമർപ്പണം. നമുക്കൊരുപാട് പ്ലാനുകളും പദ്ധതികളും കാണും. മറിയയ്ക്ക് അതുണ്ടായിരുന്നു. സാധാരണ ഉള്ളതുപോലെ, സാധാരണക്കാർക്കുള്ളതുപോലുള്ള ഒരു ചുറ്റുപാടിൽ വിവാഹം നിശ്ചയം ചെയ്ത ഒരു കുടുംബജീവിതത്തെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. നമുക്ക് ലഭിക്കുന്ന ആത്മിക ഭക്തിയും, നമുക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റിയും, അതിനോട് ചേർന്ന് ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വചനങ്ങളുമൊക്കെ നമ്മുടെ ഡെസ്റ്റിനിയെ തീരുമാനിക്കുന്നതാണ്. ഹല്ലേലൂയ. ചുറ്റുപാടുകൾ എങ്ങനെയുള്ളതായാലും ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളെ അതിമഹത്തായി കാണുന്നവരുടെ ജീവിതം വ്യത്യാസപ്പെട്ട ജീവിതമായിരിക്കും. അവരെ സമൂഹത്തിൽ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവർ വിശേഷതയുള്ളവരായി അവർ നിലനിൽക്കുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരുടെ സമൂഹമാണ്. വർദ്ധിച്ചു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ കേട്ട് തുടങ്ങുന്നത് ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ പാസീവ്, ഇറ്റ്സ് എ ചോയ്സ്, ഇറ്റ് ഈസ് ഇൻറ്റൻഷണൽ. മനഃപൂർവമായി സ്റ്റെപ്പ് എടുക്കേണ്ടതായ, വളരെ തീരുമാനത്തോടുകൂടെ, വളരെ ശ്രദ്ധയോടുകൂടെ മനഃപൂർവമായി അനുവർത്തിക്കേണ്ട, ഫോളോ ചെയ്യേണ്ട ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. ഇവിടെ പത്രോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 28-29 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, കർത്താവ് കടലിൻ്റെ മീതെ നടന്നു വരികയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളയാളായിരുന്നു പത്രോസ്. പക്ഷെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ ശ്രദ്ധിച്ചാട്ട് പ്ലീസ്, ഇവിടെ ശ്രദ്ധിക്കുക. വളരെ ഗൗരവമേറിയ ദൈവവചനം, നമ്മളെ ബിൽഡപ്പ് ചെയ്യുവാനുള്ള വചനമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വലിയ പ്രോസസ്സ് നടക്കാൻ പര്യാപ്തമായ വചനമാണ് നാം ധ്യാനിക്കുന്നത്.
വലിയ പ്രോസസ്സുകൾ നടക്കും. ഇതിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, കരയാൻ തുടങ്ങുമ്പോൾ, ദൈവമേ നീ എന്നോട് ഇടപെടുന്നല്ലോ എന്ന് ഓർത്ത് നന്ദിയോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി വന്നതിന് മധ്യത്തിൽ പ്രവർത്തിച്ച് നമ്മുടെ ജീവിതം ധന്യതയിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നഷ്ടപ്പെടുത്തരുത് വചനം. പത്രോസ് പറഞ്ഞു, കർത്താവേ നീയാണെങ്കിൽ ഞാനും കൂടെ നിൻ്റെ അടുക്കലേക്ക് നടന്നു വരട്ടെ. നോക്കണം, ആ ഒരു വില്ലിങ്നെസ് മാത്രം. അതിന് മുമ്പും ഉള്ള ഭാഗങ്ങൾ, പത്രോസിൻ്റെ മറ്റ് ചരിത്രങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷെങ്കിൽ പത്രോസ് 11 പേരും കൂടെ ഇരിക്കുന്ന ആ കൂട്ടത്തിൽ ഒരുത്തനാണ് തോന്നിയത്, അയ്യോ നീയാണോ? വേറൊരിടത്തൊരു വെളിപ്പാട് പറയുന്നുണ്ട്, മനുഷ്യരെന്നെ ആരെന്ന് പറയുന്നു, നാട്ടുകാരെന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ സമയത്ത് പത്രോസിനോട് ജനറിക്കായിട്ട് അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്നോട് ഇത്രയും നാൾ കൂടെ നടക്കുന്നവരാണല്ലോ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. പക്ഷെ അതിനകത്ത് കൃത്യമായൊരു ആൻസർ പറഞ്ഞ ആരാ? പത്രോസ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ പത്രോസിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, വേവലാതിയും ഭയപ്പാടും എടുത്തിയാടിയുള്ള ചില പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിലും ഇൻസൈഡിൽ നിന്ന് പത്രോസ് സ്തോത്രം ദൈവത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് ഉള്ളിൽ കയറിയവനാണ്. കർത്താവിനെ കണ്ടപ്പോൾ അവന് ആഗ്രഹമുണ്ട്. പ്രിയമുള്ളവരെ, 11 പേർക്കും തോന്നാത്തൊരാഗ്രഹം. അവനാണെങ്കിൽ അവൻ പറഞ്ഞാൽ, ഓ സ്തോത്രം, എനിക്കും അതുപോലെ നടക്കാൻ കഴിയും. ഇന്ന് പകൽ ദൈവ പൈതലേ, നമ്മുടെ ആത്മിക ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതായ കർത്താവിനെ കണ്ടുകൊണ്ടുള്ളതായ വിശ്വാസത്തിൻ്റെ പാതകളെ പിന്തുടരുവാൻ, സ്റ്റെപ്പുകൾ പിന്തുടരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഗ്ലോറി ബി ടു ഗോഡ്. എന്താ 11 പേർക്കും തോന്നാത്ത ഇന്ന് വചന വെളിപ്പാടില്, പ്രവചനാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, മറ്റാരും കാണാത്ത നിലയിൽ ഹല്ലേലൂയ കർത്താവിനെ നിനക്കിന്ന് ഉള്ളിൽ കാണാൻ കഴിയുമെങ്കിൽ, അവൻ്റെ ശക്തിയെയും മഹത്വത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് നിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന ഉയരുമെങ്കിൽ, നീ നാളുകളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ പോകുകയാണെങ്കിലും അതൊരു വിഷയമല്ല. ഹല്ലേലൂയ, നീ കർത്താവിനെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് കണ്ടുകൊണ്ട്, അവനിലെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, അവൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നീ പാദങ്ങൾ മുൻപോട്ട് വെച്ചാൽ, ഹല്ലേലൂയ, നീ വിളിച്ചപേക്ഷിച്ചാൽ നിന്റെ സാഹചര്യങ്ങളുടെ മേല് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ അവന് കഴിയും. ഹല്ലേലൂയ, കാലെടുത്ത് വയ്ക്കുമ്പോൾ താണുപോകുമോ, മുങ്ങിപ്പോകുമോ, അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞാൽ ആ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുമ്പോഴും പാറയുടെ മുകളിൽ നടക്കുന്നത് പോലെ ഉറപ്പുള്ളതാക്കി തീർക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം അവൻ നമ്മുടെ ജീവിതത്തിൽ പകരുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം അവന്റെ ലിവിംഗ് പ്രസൻസ്, അവന്റെ ജീവിക്കുന്ന സാന്നിധ്യം ഈ ആലയത്തിൽ ഇറങ്ങി വ്യാപരിക്കുകയാണ്. എത്ര പേർ അത് അനുഭവിക്കുന്നുണ്ട്? നീ തളരണ്ട, ഓ നീ തളരണ്ട. ഓ നിന്റെ ഭാവി ഓർത്ത് നീ അൺസർട്ടനിറ്റി നിനക്കുണ്ടെങ്കിലും നീ തളരണ്ട. ഹല്ലേലൂയ, നിനക്ക് കർത്താവുണ്ട്, നിനക്ക് കർത്താവുണ്ട്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവന്, ഓ റീബൽ ഘടകസ്യാന, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവന് നിനക്ക് കൂട്ടായിട്ടുണ്ട്. ആരാധിച്ചേറ്റെടുത്താട്ടെ. ദൈവകൃപയുടെ പ്രവൃത്തി ഇവിടെ നടക്കുന്നു. ദുർബൽ ഖമന ശമന, ദുരബൽ ശമന. ഓ ഹല്ലേലൂയ, ദൈവിക പ്രവർത്തികൾ, ദൈവിക വിടുതലിന്റെ കരം ചലിക്കട്ടെ. ഹൃദയാന്തർഭാഗത്തുനിന്ന് ദൈവത്തിന്റെ വചനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വിടുതലിന്റെ ആ കരം ചലിക്കട്ടെ. ഓ ഹല്ലേലൂയ. ഓ റബലവ ശംദലാദര ഘടക ജുഡന അർത്ഥബലവ ശൈദൽ പ്രൗഢവൽഖനാദിയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ട് ചില വിടുതലുകൾ നടക്കുന്നു. തളരാതെ പ്രാർത്ഥിച്ചോ, നിലവിളിച്ചോ. ക്രൈ ആൻഡ് ഗോഡ്, ക്രൈ ആൻഡ് ഗോഡ്. കുടരവരവ ശംദലവ, ഓ റീബലവ ശബ്ദൽ പ്രൗഢാര ഘടകസ്യ. ഒരാളെ പോലും ഒഴിവാക്കാതെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ ശക്തി ഇന്ന് ഈ ആലയത്തിൽ ഇറങ്ങി വന്ന് വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവവൈതലെ, നിന്റെ പ്രശ്നം പരിഹരിക്കാനാണ്, ഓ നിന്നെ ശക്തീകരിക്കാനാണ്, നിന്നെ സൗഖ്യമാക്കാനാണ്.
Rekel Bausha Sala Vesha Ramna Kamna Ramthuna Selava Raidalava Shakardala Vaida Pravan Kamanagasiala Devathunda Karatinda Pravarthi Manamondu Prathikana Jividangalila Ipagel Vyavarikundu Judal Kanasia Manisha Karamol Gonda Kadiatadala Pravartigala Manisha Sakti Gonda Manisha Saraya Gondum Padigarika Padan Kadiatadala Vishanga Nadavila O Ipagel Devathindi Apmava Irani Edavadano Kumal Kadagasiala they obey the evidence in the Prathiki podium to Agalangal Nadakanda de la Pravartigala Ipagel Sambavikiana Udana Regana Thina Sela Rebel Kamanagasiala Oh Shival Kamanagasiala Oh glory be to God, glory be to God. Sibel Kama Rebel Kamanagasiala Adura Praval Kamanagadaga Sandaradara Oh Rebel Kadagadasia Dunasia Oh Stotram the Yopravertical Nanakayana Arabel Shamanagadasia Mataran Jodi Kathari Chodyam or Prathana Vishwasatod Gudula Prathana Oh in the Palangana of the Vasamana Salarabal Kanuroshia Oh Sial Barkanasia they made the Karat in the Shakti Ella Talangal Valipadate A Karat in the Mahatam Ella Talangal Valipadate Rebele Keno Rebene Kamne Ramna Rabana Aran Marakano Sial Verkenio Shele Oh, glory be to God, glory be to God, glory be to God, glory be to God. A Pravartigal Nadakate, Athigarigal Samsari Chate, Udarabalava Shandal Prouda, Regasialava, oh Rebel Kadagasia, decision makers in there, Rayatil Pravartikate, oh Jividatila, Hallelujah, Shabal Kamanagadasia, Vivida Vishangal Karayana, Nadu Virpana, Denathina, Vinakaratina, Varipam, Sampurna. Sampurnadayode Sarva Vallabhathatode Velipadate. Oh, hallelujah. Thank you, Lord. Thank you, Jesus. Mahatanamaya Chala Pravartigal Anga Cheyunnathinai Nandi. Kol Markanasia. Nee Kannanneeru Tudakkunnathinai Nandi. Oh, Shamskeniyo Shasia. Glory be to God. ആർക്കും കഴിയാത്ത കാര്യങ്ങളാണ് ഓഷൽ ബർഖൻ സിയാന കൊമോഷ മസിയാല ഗ്ലോറി 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 ശസ്റബല ഹസിയാന ഉഡർബൽ ഖേനി ഓഷനാസിയ അന്തരക്ഷമനസിയാല അർത്ഥരതിരവക്ഷമനകസ്യ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചില ഡെലിവറൻസ് ചില ഹീലിംഗ് ദൈവാത്മാവ് ചെയ്യുന്നു ഖമാറവലവക്ഷസ്യ Udarbelkonia Shenia Artharasia Vishwasatoda Tota Rektasravakari Stria Chanatil O Rabelagasia and the bleeding in a Sorgamaras Tidu Kubalasiana Chanatil Avada Sarira Madehi Leka Belam Bagarapato Maranasanaya Sariratileka Vishwasatoda Sparsanama O Chalachalanga Undaki Angela E Pagalama Talivai Parayuno Pravadikuno Alodania Deomidale Nindo Davadayana in the Prathana Vrdavalla the Vishwasatoda Prathikina a Prathana Udamela Devatinda Valiakaram Chalikiana Kol Bashaskino Diria Arbajel Kanadia. Oh, hallelujah, hallelujah, hallelujah. Glory be to God. Hallelujah. Karthavinte naamam mahathappadate. Hoshanasiyana. Hasnadaribal Kanagasiya. Valiya oru ആത്മാവിന്റെ മൂവ്മെന്റിലാണ് നമ്മൾ. ഹല്ലേലൂയ. ഭാരത്തോടിരിക്കുന്ന ഒരു തളരണ്ട കേട്ടോ. Shaskial Berkanasia. Avan Naka Munbai and the Durgadangala Nirapakan, Kurabal Kadanasia. Oh, Ninaka Munbai and the Tamra Vadalegav and Tagarkuno. Avan Ninakavendi Yutanja, you know. Udarbala Kadarmana, Adarvala, Shaskamana, Amana, Tere, Tele, Sere, Tere, Rabel Kadar, Velkanasi, Kolia.
ഹർവല ശരവല ഘടകരകൾ ഘടനാദിയ ഓ ശ്യാംതേ രക്തേ രഗാനവ ശബൽ പ്രബല റബൽ പ്രൗഢ രഗദൽ ഘടക രഗൽ ഘടക റബല ശലാരന. യേശുവിൻ നാമത്തിൽ ആ വിടുതലുകൾ നടക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ കരത്തിന്റെ വലിപ്പം ഇപ്പോൾ 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 ഹർബ റബ ഖോൻമ റേഷ സേല യേശുവിന്റെ നാമത്തിൽ കർത്തൽ വൈഡ പ്രൗഢ റബൽ ഖര പൗഡമന. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ശത്രുവിന്റെ തലയെ തകർത്ത പാതാള ശക്തികളെ അതിന്റെ ശക്തികളെ ബലത്തെ നിർവീര്യമാക്കിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രുവിന്റെ പദ്ധതികൾ തകരട്ടെ. ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. അഭിചാരത്തിന്റെയും മത്സരത്തിന്റെയും അസൂയയുടെയും പോരുകളിൽ തടഞ്ഞു നിൽക്കുന്ന വിടുതലുകൾ ഈ പകൽ യേശുവിൻ നാമത്തിൽ റിലീസാകട്ടെ. യേശുവിൻ നാമത്തിൽ റിലീസാകട്ടെ. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. റബലവ ശംദൽ പ്രൗഢ രഗദല. ഓ ഹല്ലേലൂയ. കർത്താവ് വലിയവ ചെയ്യുന്നു. അവൻ വലിയവ ചെയ്യുന്നു. റബ ശമന ഹന റബന്ധര തിരസീനാസ് ഓർബേരി ഹസിയ. ഈ വിഷയത്തിൽ നിന്ന് മാറാനുള്ള ഹല്ലേലൂയ മുൻപോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. വലിയ ആത്മശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. റൂൽ ബറൂഖെനോഷിന ആർമ റബഖർ ബലാഷഫിയ റദുൽ ത്രിദൽ അഖശസി തനാബ്തരേസിയ അൽബർഖനാവിയ തരത്തിൽ ബർഖൽ തരാജൽ ഘടകസ്യ. അർത്തര ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. തരാധിരാതിര തിരധിരാതിര ധിരധിര തിരം ധിരം ധിരാരവക്ഷമനം റിബൽഖരം പരമധുരം ദുരവരവക്ഷം പ്രബലവക്ഷം പ്രൗഢവക്ഷം ജാലവക്ഷം അന്തർഖമനം പ്രവശം ദേരം ദുടം വരഖരം ഓ റീവൽ ഖടർവല ഖമനാദര ഓ ഗ്ലോറ ലബല ഖമന ജഗന ജരാന്തകര ഘടക സമ്പലവൗഷസ്യാന. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഈ ട്യൂണിൽ തന്നെ നിൽക്കുക. കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. 19-ാം അധ്യായം 1 മുതൽ 10 വരെ എടുക്കണ്ട. റെഫറൻസ് നോട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രൊഫഷണലി ടോട്ടലി ഒരു നൊട്ടോറിയസ്, ഒരു നല്ല അഭിപ്രായം ഇല്ലാത്തൊരാള്. യേശു ആ നാട്ടിലൂടെ വന്നെന്ന് പറഞ്ഞപ്പോൾ കാണാൻ ആഗ്രഹിച്ചു. അതവൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ജനറ്റിക് വീക്ക്നെസ്സാണ്. ജനറ്റിക് വീക്ക്നെസ് ഉണ്ട്. ഉണ്ടായപ്പോഴേ ഉണ്ടായ, ജനിച്ചപ്പോഴേ ഉള്ള വീക്ക്നെസ്. സർക്കംസ്റ്റൻഷ്യലായിട്ടുള്ളതായ വീക്ക്നെസ് ഉണ്ട്. സാഹചര്യങ്ങൾ കൊണ്ടിട്ട, സാഹചര്യങ്ങളിലൂടെ നമ്മളെ വീക്കാക്കി കളയുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇയാൾ ഷോർട്ട് ഫിഗർ ആയതുകൊണ്ട് യേശുവിനെ പുരുഷാരത്തിൻ്റെ നടുവിൽ കാണാൻ കഴിഞ്ഞില്ല. ഹി ക്ലൈംബ്ഡ് ഓൺ എ ട്രീ, സൈക്കാമോർ ട്രീ, ഫിഗ് ട്രീ. പ്രിയമുള്ളവരെ, അവന് കർത്താവിനെ കാണാൻ വില്ലിങ്നെസ്, ഇറ്റ് ഈസ് ഇൻറ്റൻഷണൽ. വചനത്തിലേക്ക് ഹല്ലേലൂയ, അതൊരു പാസീവായിട്ടുള്ളൊരു ആക്റ്റല്ല സക്കായി ചെയ്ത്. ശരിയല്ലേ? ഷബൽ റഗനസ്യ ഇൻറ്റൻഷണലായിരുന്നു. അവൻ ചൂസ് ചെയ്തൊരു സ്റ്റെപ്പ്, ചൂസ് ചെയ്ത് തിരഞ്ഞെടുത്തൊരു സ്റ്റെപ്പാണ്. ദൈവത്തിൻ്റെ അങ്ങനെ ഒരു സ്റ്റെപ്പിനെയും കർത്താവ് തുച്ഛീകരിക്കത്തില്ല. ഇന്ന് ഉറപ്പോടിരിക്കുക, വലിയ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനൊരു മടിയിൽ, അവനെ ഇഷ്ടമുള്ള ഒരൊറ്റ കുഞ്ഞുങ്ങളെ ചുറ്റുപാടിലില്ല. ഇവനെ കാണുമ്പോഴേ ഇവനെ ഈ അധിക ചുങ്കം, ടാക്സ് കളക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ബാഡ് നെയിമാണ് അവൻ്റെ പേരിലുള്ളത്. ഓ സ്തോത്രം.
പക്ഷെ അവന് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, നീ ഇറങ്ങി വാ, ഞാനിന്ന് നിന്റെ കൂടെ ഇരിക്കും, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കും. പരീശന്മാർക്കും ശാസ്ത്രിമാരും ഒക്കെ ഞെട്ടി, ഇതാണ് കർത്താവ്. പക്ഷേ വൈകാരികമായൊരു രംഗമുണ്ട്. ആ വീട്ടിലോട്ട് യേശുവിൻ്റെ കാൽപാദം ചവിട്ടിയ നിമിഷത്തിൽ ആവേശത്തോടെ അവൻ പോയി. അവനുണ്ടാക്കിയ അവൻ്റെ കയ്യിലുള്ള അവൻ്റെ ട്രഷറി മുഴുവൻ കൊണ്ടുവന്ന് യേശുവിൻ്റെ പാദപീഠത്തിൽ വയ്ക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, ഞാൻ അന്യായമായി ചെയ്തിട്ടുള്ള റിയലൈസേഷനാണ് കർത്താവിനെ ശിഷ്യനാക്കി തീർക്കുകയത്. എന്നുവെച്ചാൽ വലിയ ദൗത്യ നിർവഹണത്തിനായി കൂടെ ചേർക്കുകയാണ്. കർത്താവിന് വേണ്ടതും കർത്താവ് പ്രത്യേകമായി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന മിടുക്കരെയല്ല, റിപ്പന്റ് ചെയ്ത് കരഞ്ഞ് അതിൻ്റെ ശക്തി വളരെ വലുതാണ് കേട്ടോ. അതിൻ്റെ ശക്തി, അതിൻ്റെ പവർ വളരെ വലുതാ. ഫാർ റീച്ചിങ് റിസൾട്ടാണ് അതിനുണ്ടാകുന്നത്. ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകും. ഇന്ന് നടക്കുന്ന ഒരു അനുതാപ പ്രാർത്ഥനയ്ക്ക് ഭാവിയിൽ നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുടെ റൂട്ട് തെളിയും. അർവലോ ശമനാഹദുലേ സമനേ ഹംനേ രഗേ സകൽ ഘടകസ്യ. അവൻ്റെ വഴി അങ്ങ് തെളിയുകയാണ്. ഹല്ലേലൂയ. മാറ്റി അവനെ പുറകിൽ നിർത്തുകയല്ല, അവൻ കർത്താവിൻ്റെ കോർ ഗ്രൂപ്പിൻ്റെ ആളായി മാറുകയാണ്. ഓ ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഈ സ്നേഹം അറിഞ്ഞ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തേശുവിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ഫിലിപ്പിയൻസ് 3:13-14. ഹല്ലേലൂയ. പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരു പാട്ടൊന്ന് പാടാൻ ഒരാഗ്രഹം തോന്നുന്നു. ഓ ഹല്ലേലൂയ, സ്തോത്രം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന ആ ത്യാഗത്തെ. ദയവായിട്ട് പ്ലീസ് പാടിയിട്ട് ഹല്ലേലൂയ. എല്ലാവരും ആ പാട്ട് ഹൃദയപൂർവ്വം ഏറ്റുപാടി ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ഭാരപ്പെടണ്ട കേട്ടോ. ഒരു കാര്യം കൂടെ പ്രവചനത്തിലൂടെ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഈ വചനങ്ങളെ ഹൃദയത്തിലോട്ടൊന്ന് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ കർത്താവിനോട് പറഞ്ഞോ. നിങ്ങൾ നിരാശപ്പെടേണ്ട. വഴിയ സജോ, വഴിയ അത് വഴിയാ. വഴിയൊരുക്കാൻ വേറെ ആരും വരണ്ട. കർത്താവ് ഇറങ്ങി വരും വഴിയൊരുക്കാൻ. ഓ സ്തോത്രം. പാടാം. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു
കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നാഥനേ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും നാഥനേ. നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. നമ്മെ വിനയാന്വിതരാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ സ്നേഹം, ആഴമേറിയ സ്നേഹം, കൈവിടാത്ത സ്നേഹം, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഉടമനാറവൽക്കനസ്യ, രേഖലവൗഷാസരഖനസ്യ, ഓരിവൽക്കമനാദിയാനസ്യ, രംദുനാരവരവക്ഷസ്ക, ഉടരവരവദിര അർവജലഘടകരത്തലസ്യ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, റഖനാരവലാരഖാന. ഹല്ലേലൂയ. You can pray. പ്രാർത്ഥനകൾ ഉയരട്ടെ, ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഉയർന്നു വരട്ടെ. കലതര ഖഡർഗന ഖജന. ഇന്ന് വിശേഷതകളോടുകൂടെ ദൈവാത്മാവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലുള്ള വാതിൽ തുറന്നിരിക്കുകയാണ്. ശ്രേഷ്ഠതയിലേക്കും ധന്യതയിലേക്കും ദൈവത്തിന്റെ പർപ്പസിലേക്കും നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന ആ വലിയ ഒരു ഇടപെടൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മേജർ ട്രാൻസാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു മേജർ ഡീലിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഓ, ചില ഡീലുകൾ ഇവിടെ ഉറയ്ക്കുന്ന സമയമാണ്. ചില ശക്തമായ വിടുതലുകൾ, ഓ ദൈവത്തിന്റെ ആത്മാവ് അയക്കുന്ന സന്ദർഭമാണിത്. ഓ, നിനക്ക് തോന്നുന്നുണ്ട് ഞാൻ ഏകനാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. ഓ രേഖേ രേഖ, നീ കണ്ണീര് തുടയ്ക്ക. ആത്മാവ് പറയുന്നു നീ കണ്ണീര് തുടയ്ക്ക. ചുടാരവക്ഷാല, ഓ നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. Jesus Emmanuel is with you. He is with you. You are no longer alone. ഉടാരേഖേ ലെബേ ശമാറബന. യേശുവിന്റെ നാമത്തിൽ ഓ ബലപ്പെടുത്തുന്ന ദൈവകൃപയുടെ വ്യാപാരം തന്റെ ജനത്തിന്റെ മേൽ നീ പകരുന്നതിനായി, ആ മൈറ്റി ഇംപാർട്ടേഷൻ നീ ഇവിടെ അയക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പകരപ്പെടുന്ന ആത്മവ്യാപാരത്തിനായി സ്തോത്രം, പകരപ്പെടുന്ന ആത്മശക്തിക്കായി സ്തോത്രം, ചലിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം, ചലിക്കുന്ന പ്രാണികളെ ജീവിപ്പിക്കുന്ന ഓ സ്തോത്രം, സ്തോത്രം. ആലയത്തിന്റെ ഉമ്മറപ്പടികളുടെ അടിസ്ഥാനത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ആ ആത്മാവിന്റെ ഉറവ, ഓ സ്തോത്രം, ഇവിടെ ഒഴുകുന്നു. യേശുവിന്റെ നാമത്തില് തന്റെ ജനം അതിൽ ബലപ്പെടട്ടെ, അതിൽ ആമഗ്നരാകട്ടെ, അതിൽ സൗഖ്യമാകട്ടെ, അതിൽ ശക്തി പ്രാപിക്കട്ടെ. വിടുതലുകൾ സമ്പൂർണമാകട്ടെ. Hallelujah. Thank you, Lord. Thank you, Jesus. Thank you. Thank you. Thank you, Lord. Thank you, Lord. Thank you. Shurabahasina. Thank you. നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ ഓരോ മക്കളെയും ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ വിശേഷപ്പെട്ട സാന്നിധ്യത്തിൽ നീ അവിടെ നിറച്ചതിനായി, അനുഗ്രഹിച്ചതിനായി, വിടുവിച്ചതിനായി, മറുപടികളെ കൽപ്പിച്ചിരിക്കുന്നതിനായി, ഓ സ്തോത്രം, നിന്റെ ബലം പകർന്നതിനായി നന്ദിയോടെ
അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു. എല്ലാ ബഹുമാനവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.